स्मार्ट बन जा। मनप्पुरम ऑनलाइन गोल्ड लोन स्मार्ट है। DQ 78 TFM Grade 1 soap. The next category is media category. So let's celebrate the excellence, the creativity, and of course the innovation in media industry. FMB VPN IBE Award, media category. The award goes to A distinguished journalist and media professional, this individual has had a prolific career in both print and television. Beginning as a district correspondent for Malayalam Manorama Daily, he advanced to roles such as news editor in the capital city. A specialist in interview features and political reporting, his notable works include extensive election coverage, a month-long reportage from Sri Lanka, and participation in significant international events like the G20 Summit in Toronto, World Food Summit in Rome, etc. An interview with CPM ideologue B. Govindapilla sparked a major political controversy, leading to widespread national media discussions. His international experiences span from familiarization courses in the USA to youth exchange program in Argentina. In television, he has headed the Manorama News Channel editorial as Director News since its inception in 2006. He is the host of Nere Chove, a top-rated Malayalam interview program. His work has earned him over 50 awards for journalistic excellence. VPN IBE Award Honors. Johnny Lucas with Media Excellence Award. let's bring our hands together for Mr. Johnny Lucas. എല്ലാവർക്കും നന്ദി. നമ്മളെ നേരിട്ട് പരിചയമില്ലാത്ത ആളുകൾ ഒരു അവാർഡ് തരുന്നത് പലപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയാണ്. അതൊരു ഉത്തരവാദിത്വവുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാധ്യമപ്രവർത്തനമൊക്കെ കുറച്ചൊരു ദശാസന്ധിയിൽ നിൽക്കുകയാണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. എല്ലാവരും ശരിക്കും ഏതെങ്കിലും തരത്തിൽ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ആർക്കും പഴയതുപോലെ ബഹുമാനമൊന്നും ആവശ്യമില്ല. അതേസമയം ഞാനൊക്കെ പഴയ തലമുറയുടെ പ്രതിനിധിയാണ്. അത് ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് റെസ്പെക്റ്റ് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. ഒരുപക്ഷെ അസുഖകരമായ കാര്യങ്ങളും ചോദിക്കാം, റെസ്പെക്റ്റ് വിടാതെ തന്നെ. അതുകൊണ്ടാണ് നമുക്ക് റെസ്പെക്റ്റ് കിട്ടുന്നത് എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഇപ്പോൾ ഒരു അധ്യാപിക ഒരു കുട്ടിയോട് നിൻ്റെ ഇളയ കുട്ടി സംസാരിച്ച് തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടം വരെ എത്തി എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, അല്ല അത് വായ അടപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോൾ ഏതാണ്ട് മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ അങ്ങനെയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ മറ്റുള്ള ആളുകളെ, ഏത് നിലയിൽ നിൽക്കുന്ന ആളുകളെ ആണെങ്കിലും അവരെ മോശമായ ഭാഷയിൽ ചീത്ത പറഞ്ഞുകൊണ്ട് എൻ്റെ വ്യക്തിത്വം സ്ഥാപിക്കേണ്ട ഗതികേട് എനിക്കിന്നുവരെ വന്നിട്ടില്ല. ഞാൻ അത് ചെയ്യുകയുമില്ല. അങ്ങനെ എൻ്റെ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന മാധ്യമപ്രവർത്തനത്തിനുള്ള ഒരു പ്രോത്സാഹനമായി ഞാൻ ഈ അവാർഡിനെയും കാണുന്നു, ഒരു ഉത്തരവാദിത്തമായി കിട്ടുന്നു. നന്ദി.